ഇക്യുസോഫ്റ്റിന്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. 56th GST കൗൺസിലിൽ 12%, 28% GST നിരക്കുകൾ 5%-ത്തിലേക്കും 18%-ത്തിലേക്കും മാറുന്നു. കൂടാതെ പുതിയ ടാക്സ് റേറ്റ് 40% കൂടി വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ എങ്ങനെ ERP സോഫ്റ്റ്വെയറിൽ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം ഡാറ്റ ബാക്കപ്പ് ചെയ്യാം. അതിനായി അഡ്മിനിസ്ട്രേഷൻ എന്ന മെനുവിൽ നിന്നും ബാക്കപ്പ് ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സി ഡ്രൈവിലേക്ക് ബാക്കപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ചില പിസികളിൽ വിൻഡോസിന്റെ സെക്യൂരിറ്റി റീസൺസ് കാരണം സാധിക്കാറില്ല. അങ്ങനെ ആണെങ്കിൽ ഡി ഡ്രൈവോ മറ്റു ഏതെങ്കിലും ഡ്രൈവോ സെലക്ട് ചെയ്യുക. ബാക്കപ്പ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഇനി GST റേറ്റ് മാറ്റുന്നത് എങ്ങനെ എന്ന് നോക്കാം. അതിനായി മാസ്റ്റേഴ്സ് മെനുവിൽ നിന്നും പ്രോഡക്റ്റ് യൂട്ടിലിറ്റീസ്, പ്രോഡക്റ്റ് ബൾക്ക് അപ്ഡേറ്റ് എന്ന മെനു സെലക്ട് ചെയ്യുക. ഇപ്പോൾ വന്ന സ്ക്രീനിൽ നിന്നും ടാക്സ് മാറ്റേണ്ട HS എൻകോഡ് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് 3406 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വ്യൂ കൊടുക്കുക. ഇപ്പോൾ സെലക്ട് ചെയ്ത HS എന്നിലെ പ്രൊഡക്റ്റുകൾ താഴെ ലിസ്റ്റ് ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ താഴെയുള്ള എല്ലാ പ്രോഡക്റ്റും സെലക്ട് ആകുന്നത് കാണാം. ഇനി ഡീറ്റെയിൽസ് ടു അപ്ഡേറ്റ് എന്ന സെക്ഷനിലെ ടാക്സിൽ പുതിയ GST റേറ്റ് 5 സെലക്ട് ചെയ്യുക. അതിനുശേഷം സെറ്റ് വാല്യൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത HSനിലെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ടാക്സ് 12ൽ നിന്നും 5 ആയി കഴിഞ്ഞു. ഇനി മുകളിൽ സേവ് ചെയ്യുക. ഇനി വേറെ ഒരു സിനാരിയോ നോക്കാം. ടാക്സ് മാറ്റേണ്ട വേറെ ഒരു HSN സെലക്ട് ചെയ്തു. ഈ HSനിൽ വ്യത്യസ്ത ടാക്സ് ഉള്ള പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടാക്സിലുള്ള പ്രോഡക്റ്റ് മാത്രമായി ലിസ്റ്റ് ചെയ്യണം എങ്കിൽ സെർച്ച് സെക്ഷനിലെ ടാക്സ് നമുക്ക് ആവശ്യം ഉള്ള റേറ്റ് ആക്കി മാറ്റുക. എന്നിട്ട് വ്യൂ ക്ലിക്ക് ചെയ്താൽ ഈ HSനിലെ സെലക്ട് ചെയ്ത ടാക്സിലെ പ്രോഡക്റ്റ്സ് മാത്രം ലിസ്റ്റ് ആയി. ഇനി ഈ പ്രൊഡക്റ്റുകളുടെ പുതിയ ടാക്സ് ഡീറ്റെയിൽസ് ടു അപ്ഡേറ്റ് സെക്ഷനിലെ ടാക്സിൽ സെലക്ട് ചെയ്ത് സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലെ ചില പ്രൊഡക്റ്റുകൾ ഇതിൽ നിന്നും ഒഴിവാക്കണം എങ്കിൽ, അതായത് പുതിയ ടാക്സ് റേറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അവയെ ഈ ലിസ്റ്റിലെ അവസാനത്തെ കോളത്തിലെ ടിക്ക് അൺടിക്ക് ചെയ്യുക. ഇനി സെറ്റ് വാല്യൂസ് ക്ലിക്ക് ചെയ്താൽ സെലക്ടഡ് പ്രൊഡക്റ്റുകൾക്ക് മാത്രം പുതിയ ടാക്സ് റേറ്റ് അപ്ഡേറ്റ് ആകുന്നതാണ്. ഇനി സേവ് ചെയ്യുക. പുതിയ ടാക്സ് റേറ്റ് 40% നിങ്ങൾ ഉപയോഗിക്കുന്ന ERPയിൽ ഇല്ലെങ്കിൽ മാസ്റ്റർ ഫയൽ മെനുവിലെ ടാക്സ് എന്ന ഓപ്ഷൻ എടുത്താൽ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. താങ്ക് യു.